കണ്ണൂരിൽ റെയിൽവേ പാളത്തിൽ വീണ്ടും കല്ലുകൾ. വളപട്ടണം കണ്ണപുരം റെയിൽവേ സ്റ്റേഷന് ഇടയിലാണ് പാളത്തിൽ കല്ലുകൾ കണ്ടെത്തിയത്. വന്ദേ ഭാരത് കടന്നുപോകുന്ന സമയത്താണ് കല്ലുകൾ കണ്ടത്. ഇന്നലെ ട്രാക്കിൽ കോൺക്രീറ്റ് കട്ടവച്ചത് അട്ടിമറി ശ്രമമാണെന്ന് സംശയിക്കുന്നതിനിടെയാണ് പുതിയ സംഭവം. അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നു. അർജുൻ കല്യാട്, കഴിഞ്ഞ ദിവസം കോൺക്രീറ്റ് കട്ടയെങ്കിൽ ഇന്ന് കല്ലുകളാണ്. ഇതാരോ മനഃപൂർവ്വം കൊണ്ടുപോയി ഇടുന്നതാണെന്ന് ഉറപ്പിക്കാമോ? സുജിയ, അത്തരം ചില സംശയങ്ങളാണ് ഇപ്പോൾ റെയിൽവേ പോലീസിനും അതുപോലെ തന്നെ ഈ നേരത്തെ ഈ കോൺക്രീറ്റ് കട്ടകൾ കണ്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടക്കുന്ന സംഘവുമൊക്കെ സംശയിക്കുന്നത്. എന്തായാലും ഇന്നലെ ഈ കോൺക്രീറ്റ് കട്ടകളാണ് പാളത്തിൽ കണ്ടതെങ്കിൽ ഇന്നിപ്പോൾ അത് കല്ലുകളാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായ അന്വേഷണത്തിന് RPF അതുപോലെ തന്നെ മറ്റ് പോലീസും ഒക്കെ തന്നെ തയ്യാറെടുക്കുകയാണ്. ഇന്നലത്തെ ഈ കോൺക്രീറ്റ് കണ്ട സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് IBയും അതുപോലെ തന്നെ ഈ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും ഉൾപ്പെടെയുള്ള വിശദമായ രീതിയിലുള്ള അന്വേഷണവും വിപുലമായ രീതിയിലുള്ള ഒരു പരിശോധനയുമൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇന്ന് ഈ കണ്ണൂർ വളപട്ടണത്തും കണ്ണപുരം സ്റ്റേഷനും ഇടയിലുള്ള റെയിൽവേ പാളത്തിൽ ഇത്തരം കല്ലുകൾ കാണുകയും ചെയ്യുന്നത്. ഇതിനു മുൻപ് കുട്ടികൾ ഇത്തരത്തിൽ ഒരു തമാശാരൂപേണ ഈ റെയിൽ പാളത്തിൽ ഈ കല്ലുകൾ കൊണ്ടിടുന്നത് ഒരു പതിവ് സംഭവമായി മാറിയെന്ന്, അല്ലെങ്കിൽ അത്തരം ചില കേസുകൾ ഇതിനു മുൻപും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നും സംഭവിച്ചത് അത്തരത്തിലുള്ള സംഭവമാണോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും വിശദമായ രീതിയിലുള്ള അന്വേഷണം നടക്കുമെന്നുള്ള കാര്യമാണ് RPF ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത്. സുജിയ. ഓക്കെ, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. വളപട്ടണം കണ്ണപുരം റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലാണ് റെയിൽവേ പാളത്തിൽ കല്ലുകൾ കണ്ടത്. കുട്ടികൾ തമാശയ്ക്ക് കൊണ്ടുപോയി ഇട്ടതാണോ അതോ കഴിഞ്ഞ ദിവസത്തെ കോൺക്രീറ്റ് പാളി വന്നതുപോലെയാണോ? എന്തായാലും അന്വേഷണം നടക്കട്ടെ. അതിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. ഒപ്പം മറ്റു വാർത്തകളും വിശേഷങ്ങളും വരുന്നു.